തീരുമാനം നിന്റെയാണ്. നീ പറ, ആരെ വേണം? ഗേറ്റിനടുത്ത് നിന്ന് തന്നെ വണ്ടി കൊണ്ടുവന്ന് നിർത്തി ചുറ്റും കൂടിയ കുടുംബക്കാർക്കിടയിൽ നിന്ന് അമ്മ ചോദിച്ചതും പകപ്പ് നിറഞ്ഞ മുഖത്തോടെ അമ്മയെ നോക്കി അമ്മ കണ്ണീരുപ്പ് കലർന്നിരുന്നു അമ്മുവിൻ്റെ വിളിയിൽ. നിനക്ക് തീരുമാനിക്കാം അമ്മു, ഞങ്ങളിൽ ആരെയാണ് നിനക്കിനി കൂടെ വേണ്ടതെന്ന്. നീ തീരുമാനിക്കുന്ന ആ ആൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ നിനക്കൊപ്പം ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ. ഒട്ടുമയവും ഇല്ലാതെ അമ്മയുടെ വാക്കുകളിൽ അതിരുദ്രം മിടിച്ചുപോയി അമ്മുവിൻ്റെ നെഞ്ചകം. കാഴ്ച കാണാൻ ചുറ്റും കൂടി നിൽക്കുന്ന കുടുംബക്കാരുടെ പുറകിലായി നിന്ന് നിറകണ്ണുകളോടെ തന്നെ നോക്കുന്ന അനിയത്തി മാളുവിനെ ആ കണ്ണീരിനിടയിലും കണ്ടു അമ്മു. അവളുടെ മുഖത്തെ ദയനീയത ഒരു കരച്ചിലാർത്ത അമ്മുവിൻ്റെ ഉള്ളിൽ. സമയം പോകുന്ന അമ്മു, വേഗം തീരുമാനം വേഗമാവട്ടെ. ആർക്കൊപ്പമാണ് നീ ഇനി മുന്നോട്ട് ജീവിക്കുന്നത്? ആ അമ്മാവനാണ് അമ്മയുടെ മൂത്ത ഏട്ടൻ. അമ്മയേക്കാൾ ഏറെ ഇഷ്ടവും പേടിയും ഒരുപോലെയുള്ള അമ്മയുടെ പ്രിയപ്പെട്ട ഏട്ടൻ. തൻ്റെ അമ്മയെ ഏറെ ഇഷ്ടമാണ് അമ്മാവന് തങ്ങളെയും. അതുകൊണ്ടാണല്ലോ പെട്ടെന്നുള്ള ഞങ്ങളുടെ അച്ഛൻ്റെ മരണത്തിൽ തകർന്നു പോയ തങ്ങളെയും അമ്മയെയും അമ്മാവൻ ആരുടെയും അനുവാദം കാക്കാതെ കൂടെ കൂട്ടിയത്. ഞങ്ങൾക്കൊപ്പമാണ് നീ ഇനിയും ഉള്ളതെങ്കിൽ നിന്റെ അമ്മയും അനിയത്തെയും ചേർത്ത് പിടിച്ച് നീ വീടിനകത്തേക്ക് തന്നെ നടന്നു. അങ്ങനെയാകുമ്പോൾ ഞാൻ നേരത്തെ തീരുമാനിച്ചതുപോലെ തന്നെ നിന്റെ കല്യാണം ഞാൻ പറഞ്ഞ സമയത്ത് എൻ്റെ മൂത്ത മകനുമായി നടക്കും. നേരെ മറിച്ചാണ് നിന്റെ തീരുമാനമെങ്കിൽ ഈ ഗേറ്റിന് പുറത്തിറങ്ങാൻ നിനക്ക്. എന്നിട്ട് നീ കഷ്ടപ്പെട്ട് കണ്ടെത്തി ഇവനൊപ്പം ഇവൻ്റെ ആ ചേരി കോളനിയിൽ പോയി താമസിക്കാം നിനക്ക്. അമ്മാവൻ്റെ കടുപ്പവും അതിനൊപ്പം പുച്ഛവും നിറഞ്ഞ സംസാരം കേട്ട് ഞെട്ടിയ അമ്മുവിൻ്റെ കണ്ണുകൾ ഗേറ്റിന് പുറത്തേക്ക് പാഞ്ഞത് കണ്ടു തന്നെ നോക്കി നിറമിഴികളോടെ നിൽക്കുന്ന ആദിയെ. അവൻ ദയനീയമായ മുഖവും നിറഞ്ഞ കണ്ണുകളും വിളിച്ചോതുന്നുണ്ട്. ഇവിടെ ഇത്ര നേരം നടന്ന സംസാരം മുഴുവനും കേട്ടിട്ടുണ്ട് എന്ന്. തൻ്റെ തീരുമാനം എന്താവുമെന്നോർത്തുള്ള ഭയമുണ്ട് അവൻ്റെ ഉള്ളിലെന്ന് ആ മുഖം വിളിച്ചോതുന്നുണ്ട്. പേടിയായിരുന്നു അവൻ എന്നും തൻ്റെ കുടുംബക്കാരെ. തനിക്ക് അത്രയും പ്രിയപ്പെട്ടവരാണ് തൻ്റെ അമ്മയും അനിയത്തിയും. തങ്ങളുടെ ഈ ബന്ധം അമ്മാവനടക്കമുള്ള തൻ്റെ കുടുംബക്കാർ എതിർക്കുമെന്ന് ആദ്യമേ പറഞ്ഞിരുന്നവൻ. അങ്ങനെ സംഭവിച്ചാൽ അവരെ ഉപേക്ഷിച്ച് താൻ അവൻ്റെ ഒപ്പം ചെല്ലുമോ എന്ന ഭയമുണ്ടവൻ്റെ ഉള്ളിലെന്നും. അമ്മു ആദിയുടെ ആ വിളിയിലുണ്ട് അവൻ്റെ മനസ്സിലെ ഭയം. ജീവിതത്തിൽ സ്വന്തമെന്ന് പറയാൻ ആരുമില്ലാതെ ഒറ്റയ്ക്ക് പോരാടി ജീവിതം കണ്ടെത്താൻ ശ്രമിക്കുന്ന ആദിയുടെ ജീവനും ജീവിതവുമെല്ലാം അമ്മു എന്ന ഒരുവളിലാണ്. അവൻ്റെ ജീവിതത്തിൽ നിറങ്ങൾ ചാർത്തിയതും അവനെ വർണ്ണ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചതുമെല്ലാം അമ്മുവാണ്. അവളില്ലാത്തൊരു ജീവിതം മരണതുല്യമാണ് അവന്. അമ്മുവിൻ്റെ തീരുമാനം വേഗമാവട്ടെ, തിരക്കുണ്ട് എനിക്ക്. ആദിയെയും അമ്മയെയും നിറമിഴികളോടെ നോക്കി നിൽക്കുന്ന അമ്മുവിനെ നോക്കി അമ്മാവൻ പറഞ്ഞതും അയാൾക്ക് മുമ്പിലെത്തി. ആദി, അമ്മു പാവമാണ്. എന്നെ സ്നേഹിച്ചതിൻ്റെ പേരിൽ അവളെ അവളുടെ പ്രിയപ്പെട്ടവരിൽ നിന്നും അകറ്റരുത്. ഞാൻ കാലു പിടിക്കാം. യാചനയോടെ ആദി അമ്മാവനോട് പറയുന്നത് കേട്ടപ്പോൾ പിടഞ്ഞത് അമ്മുവിൻ്റെ ഉള്ളമാണ്. അവളെ വിഷമിപ്പിക്കുന്നത് നിനക്ക് അത്രയും സങ്കടമാണെങ്കിൽ നീ അവളെ വേണ്ടെന്ന് വെച്ചിട്ട് ഇറങ്ങിപ്പോടാ. അപ്പോഴാണ് അവർക്ക് ആരെയും നഷ്ടപ്പെടില്ല. നിനക്കവളെ വേണ്ടെന്ന് നീ പറയേണ്ട താമസമേ ഉള്ളൂ. ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരും. പറയടാ, അവളെ വേണ്ടാന്ന് പറയടാ. മുമ്പിൽ നിൽക്കുന്ന ആദിയുടെ നെഞ്ചിൽ ഊക്കോടി തള്ളിയ അമ്മാവൻ. നിശബ്ദമായവൻ്റെ ദീനമായ നോട്ടം അമ്മുവിലെത്തി. അവളില്ലായ്മയെപ്പറ്റി ചിന്തിക്കുവാൻ പോലും പറ്റാത്തവൻ എങ്ങനെ അവളെ തള്ളി പറയും? എനിക്കറിയാടാ, നീ അവളെ വേണ്ടെന്ന് വയ്ക്കില്ല എന്ന്. നിനക്കവളോടുള്ള സ്നേഹം അതവളുടെ പണം കണ്ടിട്ടാണെന്ന് എനിക്ക് നന്നായി അറിയാം. ചേരിയിലെ ചെളിയിൽ കിടന്ന് പുളയ്ക്കുന്നവൻ പെട്ടെന്ന് സമ്പന്നനാവാൻ കണ്ട മാർഗം കൊള്ളാം. പക്ഷേ അതിവിടെ നടക്കില്ല. അമ്മാവൻ്റെ പരിഹാസങ്ങൾക്ക് മുൻപിൽ നിശബ്ദനായി ആദിയുടെ നോട്ടം അമ്മുവിലേക്ക് എത്തും മുമ്പ് തന്നെ ഗേറ്റിന് പുറത്തേക്ക് നടക്കാനൊരുങ്ങി അമ്മു. തന്നെ സ്നേഹിച്ചതിൻ്റെ പേരിൽ അമ്മാവൻ്റെ ജൽപ്പനങ്ങൾക്ക് അവനെ എറിഞ്ഞു കൊടുക്കാൻ പറ്റില്ലായിരുന്നു അവൾക്ക്. തങ്ങളെ ഉപേക്ഷിച്ച് അമ്മു ആദിക്കൊപ്പം പോവുകയാണെന്ന് കണ്ടതും ഒന്ന് കുറുകി അമ്മാവൻ്റെ മിഴികൾ. അയാളുടെ നോട്ടം അവളുടെ ശരീരത്തിൽ അവൾ ധരിച്ചിരുന്ന ആഭരണങ്ങളിലെത്തി. ചേരിക്കാരിയാവാൻ തീരുമാനിച്ചാണ് ഈ ഇറങ്ങിപ്പോകുന്നെങ്കിൽ ആ ശരീരത്തിലുള്ള ആഭരണങ്ങൾ ഇവിടെ അഴിച്ചു വെച്ചിട്ട് പോവണം. ഇന്നത്തെ വിലയ്ക്ക് എങ്ങനെ കൂട്ടിയാലും 6-7 ലക്ഷത്തിനുള്ളതുണ്ട്. അഭിമാനമുള്ളവരാണെങ്കിൽ അതിപ്പോഴവിടെ ഊരി വെക്കണം. പറയുമ്പോൾ അമ്മാവൻ്റെ കണ്ണിലെ കുടിലത വ്യക്തമായി കണ്ടു അമ്മു. ഒരു പുച്ഛച്ചിരി അന്നേരം മാത്രം തെളിഞ്ഞു അമ്മുവിൻ്റെ മുഖത്ത്. എന്താണ് അമ്മാവ, എൻ്റെ അച്ഛൻ സമ്പാദിച്ചതിൽ ഇത്ര പോലും ഞാൻ കൊണ്ടുപോകുന്നത് അമ്മാവൻ സഹിക്കാൻ പറ്റുന്നില്ലേ? എനിക്ക് ആദ്യം ഇഷ്ടമാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ അമ്മാവൻ എൻ്റെ കല്യാണം അമ്മാവൻ്റെ മകനുമായിട്ട് ഉറപ്പിച്ചത്?
അമ്മു ചോദിച്ചതും അമ്മാവൻ്റെ മുഖത്തൊരു പരിഭ്രമം നിറയുന്നത് ആദി നോക്കി നിന്നെങ്കിൽ അമ്മുവിൻ്റെ അമ്മയിൽ ഞെട്ടലാണ്. ആദിക്കൊപ്പം ഞാൻ ഇറങ്ങിപ്പോകുമെന്ന് അമ്മാവൻ അറിയാം. ഞാനങ്ങനെ ഇറങ്ങിപ്പോയാൽ നാണക്കേട് തീർക്കാനെന്ന പേരിൽ എൻ്റെ അനിയത്തി മാളുവിനെ അമ്മാവൻ്റെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കും. എൻ്റെ അച്ഛൻ്റെ സ്വത്തും സമ്പാദ്യവുമെല്ലാം മാളുവിലൂടെ അമ്മാവന് ലഭിക്കും. ഇതല്ലേ അമ്മാവ ശരിക്കും നിങ്ങളുടെ ഉദ്ദേശം? വെട്ടി തുറന്നുള്ള അമ്മുവിൻ്റെ ചോദ്യത്തിൽ നിശബ്ദനായി തീർന്ന അമ്മാവനെങ്കിൽ പകപ്പൊഴിഞ്ഞില്ല അമ്മുവിൻ്റെ അമ്മയിൽ. എൻ്റെ ശരീരത്തിലുള്ളത് എൻ്റെ അച്ഛൻ എനിക്കായി വാങ്ങി തന്നതാണ്. ഇതുമാത്രമല്ല, അച്ഛൻ്റെ സമ്പാദ്യങ്ങളിൽ എന്തെല്ലാമാണോ അതിലെല്ലാം ഒരു മകളെന്ന നിലയിൽ എനിക്ക് അവകാശമുണ്ട്. അതൊന്നും ഞാൻ ഒരിക്കലും ആർക്കു വേണ്ടിയും വേണ്ടെന്ന് വയ്ക്കില്ല. ഒന്നും വേണ്ടെന്ന് വെച്ച് ഈ പടി ഞാൻ ഇറങ്ങിപ്പോയാലും നാളെ നിങ്ങൾ പറഞ്ഞുണ്ടാക്കും ആദ്യത്തെ സമ്പത്ത് കണ്ടുകൊണ്ടാണ് കെട്ടിയതെന്ന്. തെറ്റ് ചെയ്തിട്ട് കുറ്റമേറ്റാൽ കുറ്റബോധം കുറയുമെന്നല്ലേ അമ്മയാണ് എന്നെ വേണ്ടെന്ന് വെച്ചത്. ഞാനൊരിക്കലും അമ്മയെ വേണ്ടെന്ന് വെക്കില്ല. എന്നെങ്കിലും ഒരു മകളായി അമ്മയ്ക്ക് എൻ്റെ ആവശ്യമുണ്ടെന്ന് അമ്മ ചിന്തിക്കുമ്പോൾ ഞാനുണ്ടാകും അമ്മയുടെ അടുത്ത്. വരട്ടെ. അമ്മുവിൻ്റെ സംസാരത്തിനൊത്ത മറുപടിയില്ലാതെ അമ്മ ഉൾപ്പെടെയുള്ളവർ നിൽക്കെ അമ്മയോട് യാത്ര പറഞ്ഞ് മാളുവിനെ ഒന്ന് നോക്കി അമ്മു ഗേറ്റിന് പുറത്തേക്ക് കാലെടുത്ത് വെച്ചതും അവളുടെ കൈകളിൽ ആദിയുടെ പിടുത്തം വീണു. നടക്കുന്നത് എന്താണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കി വരുമ്പോഴേക്കും കയ്യിൽ കരുതി വെച്ചിരുന്ന താലിച്ചരടെടുത്ത് അമ്മുവിൻ്റെ കഴുത്തിൽ കെട്ടിയിരുന്നു ആദി. ഇറക്കിക്കൊണ്ട് പോകുമ്പോൾ കാമുകിയായിട്ടല്ല ഭാര്യയായിട്ടാവണമെന്ന് പണ്ടേ മനസ്സിൽ ഉറപ്പിച്ചതാണ്. പോട്ടെ. തെളിഞ്ഞൊരു ചിരിയോടെ എല്ലാവരോടും പറഞ്ഞ് ആദി അമ്മുവിനെ കൂട്ടിയ പടിയിറങ്ങി പോകുമ്പോൾ പിഴച്ച തൻ്റെ കണക്കുകൂട്ടലുകളിലെ പാകപ്പിഴകൾ ആലോചിച്ചവിടെ തറഞ്ഞു നിന്നു അമ്മാവൻ. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്